ഇത് എന്നെയും കൂടി ഇതാക്കിയാണ്. നിങ്ങൾ മാത്രം എടുക്കണ്ട. പിന്നെ ഒരുപാട് സന്തോഷം. കാരണം ചെറുത ക്ലാസ്സുകൾ ഒരുപാട് നാട്ടിൽ നടക്കുന്നുണ്ട്, പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അത് ചിട്ടയായിട്ട് പഠിക്കാൻ എല്ലാവരും ഗവൺമെന്റ് കുട്ടികൾക്ക് തന്നെ മനസ്സിലായി വൃത്തിയിലാണ് എല്ലാവരും കൊടുക്കുന്നത്. അതുപോലും കൊട്ടാത്ത ആൾക്കാർ അനവധി അങ്ങനെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ടാവും. എനിക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അലീഷായാലും ജിതേഷ് അവരൊക്കെ പറഞ്ഞു തരുന്നത് വളരെ നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളതിന്റെ ഗൗരവത്തിൽ തന്നെ നല്ലോണം പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് പിന്നെ ഞാൻ അരങ്ങേറ്റത്തിന്റെ ചെറിയൊരു നിർദ്ദേശം ഇപ്പം പറഞ്ഞു, സ്വകാര്യമായിട്ട് പറഞ്ഞു, എല്ലാവർക്കും. അതായത് അരങ്ങേറ്റം ചെയ്യുന്നവര് മാത്രമായിട്ട് കൂട്ടുക, ബാക്കി സഹായിക്കാൻ വളരെ അടുത്ത ആൾക്ക് ബാക്കിയുള്ളത് തന്നിട്ട് പ്രാക്ടീസ് കുറച്ചധികം ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പൊ അതാണ് ശരിക്കുള്ള അരങ്ങേറ്റം. മുമ്പ് കുട്ടി പരിചയമുള്ളവര് അതിന്റെ കൂടെ കുട്ടുന്നതിനേക്കാളും ഇവര് മാത്രം കുട്ടി അരങ്ങേറ്റം കഴിയുമ്പോൾ അത് നല്ലതായിട്ടും നല്ലതാണ്. അങ്ങനെ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ. ഇതല്ലെങ്കിൽ അടുത്ത വെച്ച് എന്തായാലും ഇതിപ്പോ ഡേറ്റ് ഫിക്സ് ചെയ്ത് നോക്കല്ലേ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഇത് ഇങ്ങനെ തന്നെ നല്ല രീതിയിൽ തുടരട്ടെ. നല്ലൊരു സ്ഥലം ക്ലാസ് എടുക്കാൻ ഇത്ര നല്ല സ്ഥലം നാട്ടുകൂടുന്നു പറയില്ല. അതിന്റെ ഓക്കെ, എന്തായാലും സന്തോഷം. ശരി. എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു രാവിലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു ഗുരുവിനെ ഇവിടെ കാണാൻ പറ്റി എന്നുള്ളതാണ്. ഉദയൻ നമ്പൂരി സാറിന് കലാക്ഷേത്രയുടെ പേരിൽ നന്ദിരയെ വിളിക്കുന്നവിടെ ഈ അതിരാവിലെ വരാൻ പറ്റിയത്. നിങ്ങള് 9:30 വരുന്നുള്ളതായിരുന്നു പറഞ്ഞത്. പക്ഷെ എത്രയൊക്കെയായിരുന്നു നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് പോയായിരുന്നു. ഞാനത് വെച്ചാൽ 9:30 വരും നിങ്ങൾക്ക്. അപ്പൊ എന്തായാലും നമ്മുടെ ജനുവരി 9-ാം തീയതി നമ്മുടെ കുറെ ആൾക്കാർ അരങ്ങേറ്റം നടക്കുകയാണ്. കഴിഞ്ഞ 2 വർഷമായിട്ടാണ് കലാക്ഷേത്രത്തിൽ ചെണ്ട പഠിപ്പിക്കുന്നത് അജീഷിന്റെ നേതൃത്വത്തിൽ. അതിന് നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്, ആൾക്കാർ അറിഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. എനിക്കറിയാം നിങ്ങളുടെ ശിഷ്യനാണോ അജീഷ് എന്ന് അറിയില്ല. അല്ലേ? അതെ, ഓക്കെ. അപ്പൊ എന്തായാലും ഇതുകൂടെ പത്രക്കണം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്.